പി കെ ശ്രീമതിയെ കൊള്ളയടിച്ചെന്ന് കേൾക്കുന്നല്ലോ. വലിയ വാർത്തയൊന്നും ആയിട്ടില്ല അല്ലേ? ഇങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത വന്നിട്ടുണ്ട്. എന്നെ ഇപ്പോൾ രാവിലെ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചത് മറ്റേ സാധനം പോയി കാണുമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് സാധനം? ഈ യന്ത്രം മറ്റേ പീഡനത്തിൻ്റെ തോതളക്കുന്ന യന്ത്രം ബാലൻ്റെയും ശ്രീമതിയുടെയും കയ്യിലുണ്ടെന്നാണല്ലോ പറയുന്നത്. അത് ഞങ്ങൾക്ക് സംവിധാനമുണ്ട്, അത് തീവ്രത പോരാ, അത് തീവ്രത കുറഞ്ഞ പീഡനമാണെന്നൊക്കെ ശ്രീമതി പറഞ്ഞറിയാമല്ലോ. ഇപ്പോൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വനിതകളും അംഗമായിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണല്ലോ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. എന്താ നിങ്ങൾ തലയാട്ടുന്നത്? അല്ല, ചിരി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനോടത്ത് ഞാൻ പറഞ്ഞൊക്കെ ശരി വെച്ചിട്ടാണ്. കാരണം അഖിലേന്ത്യ ആളില്ല എന്ന് പറയാം, ആളില്ല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കേരളം വിട്ടാൽ പിന്നെ എന്ത് ജനാധിപത്യ മഹിള അല്ലേ? അപ്പോൾ ഇതിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് പി കെ ശ്രീമതി. ടീച്ചറാണ് എന്ന് പറയുന്നു, തയ്യൽ ടീച്ചറോ തുന്നൽ ടീച്ചറോ മറ്റോ ആണ്. എന്തോ ആവട്ടെ, എല്ലാ ടീച്ചർമാരും ടീച്ചർമാരാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ തുന്നൽ ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്, മാലതി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു അതിങ്ങനെ സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ട് അതിൽ തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൂക്കൾ എംബ്രോയിഡറി ഒക്കെ പഠിപ്പിക്കുന്ന മാലതി ടീച്ചർ. ആ തമാശ എന്ന് പറയുന്നത്, ഈ മാലതി ടീച്ചർ എൻ്റെ അമ്മയെ പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാത്സല്യമൊക്കെ എന്നോടുണ്ട്. നിൻ്റെ അമ്മയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, മര്യാദക്കിടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് മാധുരി ടീച്ചറെ ഓർത്ത്, തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞപ്പം. അപ്പോൾ ഈ പി കെ ശ്രീമതിയുടെ കയ്യിൽ മറ്റേ ചെന്നൈയിൽ നിന്ന് മടങ്ങുന്നു, മംഗലാപുരം എക്സ്പ്രസ്സിൽ കണ്ണൂർ ഇറങ്ങാനായിട്ട് S9 കോച്ചിലായിരുന്നു പി കെ ശ്രീമതി ഉണ്ടായിരുന്നത്. രാത്രി ഹാൻഡ് ബാഗ് തലയ്ക്ക് വെച്ച് ശ്രീമതി ടീച്ചർ ഉറങ്ങി. അപ്പോൾ എനിക്കൊന്ന് ഈ S9 എന്നൊക്കെ പറയുന്നത് മിക്കവാറും AC കോച്ചൊക്കെ ആയിരിക്കും. AC കോച്ച് റിസർവ്ഡ് കോച്ചാണ് അല്ലേ? S9 റിസർവേഷനുള്ള കോച്ചാണ്. AC ആണെങ്കിലും അൺറിസർവ്ഡ് കോച്ചിലും ചിലപ്പോൾ എനിക്ക് പില്ലോ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അതിന് ശ്രീമതി ടീച്ചറെ പോലെയുള്ള ആളുകൾ AC ഒന്നും ഇല്ലാത്ത കോച്ചിൽ സഞ്ചരിക്കുമോ എന്ന് എനിക്കറിയില്ല. അയാൾ S9 എന്നുള്ള ഈ കോച്ചിൽ തലയ്ക്ക് ബാഗ് വെച്ച് കിടന്നുറങ്ങി. രാത്രിയിൽ എണീറ്റപ്പോൾ അതിനകത്ത് നിന്ന് പണം ആദ്യം 40,000 രൂപ എന്നാണ് കേട്ടത്, പിന്നെ 25,000 രൂപ എന്ന് പറയുന്നു. ആധാർ കാർഡ് പോയി, ATM കാർഡ് പോയി, എല്ലാം പോയി. ഈറോഡ് വെച്ചാണ്, ഈറോഡിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ശ്രീമതി ടീച്ചർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ചെന്നൈയിൽ നടക്കുന്ന കേന്ദ്ര സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ കയ്യിൽ 25,000 രൂപയുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ എത്ര രൂപ കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ? അത് 25,000 രൂപയായിട്ട് അങ്ങോട്ട് പോയി, ആ 25,000 രൂപ ചെന്നൈയുടെ മണ്ണിൽ ഒന്ന് കാല് കുത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ആയിരിക്കുമോ? സാധ്യത എങ്ങനെയാണ്? അത് കൂടുതൽ പൈസ ഉണ്ടാവണമല്ലോ, സ്വാഭാവികമായിട്ടും കൂടുതൽ പൈസ ഉണ്ടാവും. അപ്പോൾ പി കെ ശ്രീമതി ടീച്ചർക്ക് ATM കാർഡും ഉണ്ട്, സ്വാഭാവികമായിട്ടും GPay കാണും. അപ്പോൾ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളി പാർലമെൻറ്റിൽ ചിദംബരം ചോദിച്ചതാണ്, ഡിജിറ്റൽ കറൻസി, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ തോമസ് ഐസക് കയർവരി ശാസ്ത്രജ്ഞനും ചോദിച്ചു, അല്ല ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൊണ്ട് വഴിയരിയിലെ കപ്പലടി കച്ചവടക്കാരൻ, കരിക്ക് കച്ചവടക്കാരനൊക്കെ ഡിജിറ്റലായിട്ട് പണം അയക്കുമോ? അയക്കുന്നുണ്ട് ഹേ അല്ലേ? ഇന്ന് മീൻ കച്ചവടക്കാരൻ്റെ ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം, ആമസോൺ പേ ഒക്കെ ഉണ്ട്, PayTM ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി ചിദംബരത്തിനും സംസ്ഥാന ധനകാര്യമന്ത്രിയായിരുന്ന ശാസ്ത്രത്തിനും പോലും മനസ്സിലാവാത്ത കാര്യമായിരുന്നു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. ഇന്ന് സകലരും, എൻ്റെ കയ്യിൽ ഇന്ന് 1 രൂപ പോലും ഇല്ല. പ്രിയൻ്റെ വല്ലതും ഉണ്ടോ? എൻ്റെ കയ്യിലില്ല. നമ്മുടെ ഓഫീസിൽ സമ്പന്നൻ നമ്മുടെ ചീഫ് ക്യാമറാമാൻ സന്ദീപാണ്. സന്ദീപിൻ്റെ 500 രൂപയാണ്. അത് ഇന്ന് 500 മുതലാളിയാണ് പുള്ളി. അപ്പോൾ എനിക്കറിയില്ല ഇയാൾ എന്തിനാണ് 500 രൂപ കൊണ്ട് നടക്കുന്നത്. വൈകുന്നേരം പോകുമ്പോൾ ആരും പോക്കറ്റടിച്ച് പോണേത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല. കാരണം 500 ഒരു നോട്ട് കണ്ടിട്ട് കുറേ കാലം. കാരണം എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ നടത്തുന്നത് GPay ആണ്. 1 ലക്ഷം രൂപ വരെയും, ഇപ്പോൾ ബിസിനസ്സൊക്കെ ആണെങ്കിൽ 5 ലക്ഷം രൂപ വരെ അതിൻ്റെ ലിമിറ്റും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെന്നൈയിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സമ്മേളനത്തിന് മുമ്പ് ശാപ്പാട് ഉൾപ്പെടെ സകലവും അവിടെ കിട്ടും. പിന്നെന്തിനാണ് 25,000 രൂപ കയ്യിൽ കരുതിയത്? ATM എടുത്ത് കയ്യിൽ വെച്ചതായിരിക്കും. ATM എടുത്ത് കൈ വെക്കുമോ? അതെന്തിനായിരിക്കും? ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്. അപ്പോൾ ഈ ആവശ്യങ്ങൾ മേടിക്കാൻ ആ കടയിൽ ATM കൊടുത്താൽ പോരെ, കാർഡ് കൊടുത്താൽ പോരെ? ട്രെയിനിൽ ട്രെയിനിൽ ചായ മേടിക്കാനും ഗൂഗിൾ പേ കിട്ടും. അപ്പോൾ എന്തിനാണ് ക്യാഷ് എടുത്തത്? അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ അങ്ങോട്ട് പോയപ്പോൾ ഈ 25,000 തന്നെയായിരുന്നു കൊണ്ടുപോയി 25,000 തിരിച്ചു കൊണ്ടുവന്നാണോ, അതോ ഈ പണം കുറേ ചിലവാക്കിയിട്ട് കൊണ്ടുവന്നാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചിലവാക്കാൻ എന്തുകൊണ്ട് ATM കാർഡ് ഉപയോഗിച്ചുകൂടാ? എന്തുകൊണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തിക്കൂടാ? ഇത് രാവിലെ എന്നെ വിളിച്ച് ചോദിച്ച സംശയമാണ്. അതൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, സാധാരണക്കാരനല്ല, ഒരു അധ്യാപകനാണ്. അദ്ദേഹം ചോദിക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാർഡ് ഗൂഗിൾ പേ ചെയ്യാം, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യാം, അതൊന്നും ചെയ്യാതെ എന്തുകൊണ്ടായിരിക്കാം കാശ് കൊണ്ടുപോയത്? ഉപയോഗിച്ചതിന് ശേഷമുള്ള പോയി തിരിച്ചു വരുമ്പോൾ 25,000 ഉണ്ടെങ്കിൽ പോകുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? ആ പണം എന്തിന് വിനിയോഗിച്ചു? ആ പണത്തിൻ്റെ സോഴ്സ് എന്താണ്?
25,000 രൂപയൊക്കെ അത്ര വലിയ തുകയൊന്നും അല്ലല്ലോ. പക്ഷേ അത് പ്രിയന് ഒരു മാസം 50,000 രൂപ ശമ്പളം എന്ന് കൂട്ടുക, ഒരു വർഷം 6 ലക്ഷം രൂപ വരുമാനം. പ്രിയൻ ഒരു പോലീസിലാണെന്നിരിക്കട്ടെ, പോലീസ് ഉദ്യോഗസ്ഥനാണ്. പ്രിയൻ്റെ ശമ്പളം 6 ലക്ഷം രൂപയാണ്. പ്രിയൻ്റെ അക്കൗണ്ടിൽ 6,25,000 രൂപ വന്നു. പ്രിയനെതിരെ പ്രിയൻ അഴിമതിക്കാരനാണെന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള പേരുദോഷമുണ്ട്. പരാതി കിട്ടി പരിശോധിക്കുമ്പോൾ 25,000 രൂപ കൂടുതലുണ്ടെങ്കിൽ ഈ 25,000 എവിടെ എന്ന് ചോദിക്കാതിരിക്കുമോ? ചോദിക്കൂല്ലയോ? ചോദിക്കും. അല്ല, 25,000 രൂപ അല്ലേ ഉള്ളൂ സാറേ എന്ന് പറയുമോ? ഇല്ല, ചോദിക്കും. ചോദിക്കും, കണക്ക് അപ്പോൾ ഒരു പൊതുപ്രവർത്തക, മുൻ മന്ത്രി, MP ഒക്കെ ആയിരുന്ന ഒരാളുടെ പക്കൽ റിലയബിൾ അറിയപ്പെടുന്ന സോഴ്സുകളിൽ നിന്നുള്ളതിനപ്പുറത്തുള്ള പണം വന്ന സ്വാഭാവികമാണ്. ഞാനിത് ശ്രീമതി കള്ളപ്പണം കൊണ്ട് നടത്തിയെന്നോ കള്ളപ്പണപാടം നടത്തിയെന്നോ അല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് എല്ലായിടത്തും സ്വീകാര്യമായ ATM കാർഡും GPayയും ഒക്കെ ഉള്ളപ്പോൾ അത് ATM കാർഡും കൂടെ പോയി? അതെ, ATM കാർഡൊന്നും ഇല്ല. ഞാൻ ATM ഒന്നും ഉണ്ടാകത്തില്ല. എനിക്ക് ATMിലൊക്കെ കയറുമ്പോൾ ഈ കോവിഡിന് ശേഷം ഞാൻ ATMിൽ കയറാറില്ല കേട്ടോ. കോവിഡിന് ശേഷം, കോവിഡ് കാലത്ത് നമ്മൾ ATM ഉപേക്ഷിച്ചല്ലോ, ഏതാണ്ട് എല്ലാവരും ഉപേക്ഷിച്ചു. ഇപ്പോൾ ATMിൽ കയറുമെന്ന് പറഞ്ഞാൽ വളരെ വർഷത്തിൽ 1 തവണയോ 2 തവണയോ കയറിയാലായി. പലപ്പോഴും ATMിൽ കയറുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനാണ്. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ എൻ്റെ മോള് പുറത്ത് പഠിക്കുന്നതുകൊണ്ട് അവൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട്, പണം അയച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ CDM ഇടാൻ വേണ്ടിയിട്ടാണ് ATMിൽ കയറുന്നത്. ബാങ്കിൽ പോയാൽ വലിയ കുരുക്കായതുകൊണ്ട്. അതല്ലാതെ പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി ATMിൽ പോകുന്ന ആളുടെ എണ്ണം കുറവാണ്. പോകുന്നില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ ഇരിക്കുക PK ശ്രീമതിയെ പോലെയുള്ള ഒരാൾ ATMിൽ കയറി കാശെടുത്ത് മാത്രമാണ് ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ ദുരൂഹമാണ്. PK ശ്രീമതി ടീച്ചർ ഓടിപ്പോയി എല്ലാ ATMിലും കയറുന്നത് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അവർ വളരെ തിരക്കിട്ട ഒരു ദേശീയ നേതാവാണ്. CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നേതാവിന് സർവ്വനേരം ATMിൽ കയറാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ ഗൂഗിൾ പേയോ ATM കാർഡോ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ PK ശ്രീമതി ടീച്ചറുടെ പണം പോയി എന്നുള്ളത് ടീച്ചർ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണവും നഷ്ടപ്പെട്ടു. സ്വർണ്ണം നഷ്ടപ്പെട്ടോ? അത് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, വാർത്ത കണ്ടില്ല. സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് വാർത്തയിൽ കേട്ടോ. അപ്പോൾ സ്വർണം, ഈ കയ്യിലിടേണ്ട സ്വർണം രാത്രിയാകുമ്പോൾ ഒരു ബാഗ് വെക്കുമോ? അത് സ്വർണം ബാഗിലിട്ടുണ്ട്. സ്വർണം പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ചില ആളുകളുണ്ട് ഈ ബുർഖയായിട്ട് നടക്കും. അതിനിടയിൽ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഈ എറണാകുളം ജില്ലയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഈ ബുർഖയൊക്കെ ഇട്ടുണ്ട്, കറുത്ത കുപ്പായിട്ടുണ്ട്, പല ആളുകളും വരും. അത് പരിശോധിക്കാൻ നേരത്തെ ഇത് പൊക്കുമ്പോൾ അതിനടിയിലിട്ട് കിട്ടിയിരുന്ന 5,000-10,000 രൂപയുള്ള കുർത്തയൊക്കെ ആയിരിക്കുന്നു. ആ സാധനം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കറുത്ത സാധനം ഇട്ട് മൂടുകയാണ്. മറ്റേ അടിയിലുള്ള സാധനം ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും എന്ന് പറയുന്നത് പോലെ സ്വർണ്ണമൊക്കെ കയ്യിലുണ്ട്. അത് കയ്യിലിടാൻ ആളുകൾ ശ്രീമതി ടീച്ചറുടെ കയ്യിൽ ഇത്രയും സ്വർണ്ണോ എന്ന് ചോദിക്കുമെന്ന് കരുതിട്ട് സ്വർണ്ണം ഉണ്ടല്ലോ അത് ബാഗിലിട്ടുകൊണ്ട് നടക്കാം എന്ന് കരുതുന്നതാണോ? അത് രാത്രി ആയതുകൊണ്ട് ഇനി സ്വർണ്ണം ഊരി കയ്യിൽ നിന്ന് ഊരി ബാഗിൽ വെച്ചതാണോ? സ്വർണ്ണം ഉണ്ടെങ്കിൽ എനിക്കറിയാം. ഞാൻ നോക്കിയ വാർത്തയിൽ സ്വർണ്ണം ഒന്ന് കണ്ടു. TV-യിൽ കേട്ടതാണ്. ആണോ? ഞാൻ ഗൂഗിളിലാണ് നോക്കിയത്. ഞാൻ ജെമിനിയോട് ചോദിച്ചു. ഞാനിപ്പോൾ ജെമിനിയാണ് എൻ്റെ പ്രധാനപ്പെട്ട. ജെമിനിയോട് ചോദിച്ചു ശ്രീമതി ടീച്ചർക്ക് എന്തൊക്കെ പോയി എന്ന് ചോദിച്ചപ്പോൾ ആധാർ കാർഡ് പോയി, പിന്നെ ATM കാർഡ് പോയി, ഹാൻഡ് ബാഗ് പോയി, 25,000 രൂപ എന്ന് പറഞ്ഞു. വേറൊരു സോഴ്സിൽ കേട്ടത് 50,000 രൂപയാണ്. പക്ഷേ 25,000 ആണെന്ന് ജെമിനി പറഞ്ഞു. എനിക്കറിയത്തില്ല ജെമിനിക്ക് തെറ്റുമോ ഗൂഗിളിന് തെറ്റുമോ എന്നറിയില്ല. ഏതായാലും അതിനകത്തില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണ്ണം ഊരി രാത്രി ബാഗിനകത്ത് വെച്ച് ബാഗ് അതിൻ്റെ മുകളിൽ തലയും വെച്ച് കിടന്നുറങ്ങുന്നതിനായിരിക്കും? അപ്പോൾ ഇനി ഒരു മാലയും ഒരു വളയും ഒക്കെ ശ്രീമതി ടീച്ചറിന് ഇടുന്നതിന് കുഴപ്പമെന്താ? കേരളത്തിലെ ജനങ്ങൾ വരെ സംശയിക്കുമോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ എന്തോ ഇങ്ങനെയൊക്കെ പൈസ ഉപയോഗിക്കുന്നു, മോഷണം പോകുന്നു എന്നുള്ളത്, ടീച്ചറുടെ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. നല്ലവനായ കള്ളൻ അറിയുന്നുണ്ടാവില്ലായിരിക്കാം. കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മഹതിയാണ് അവരുടെ ഈ ഓരോ പണവും ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നതമതിക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളതാണെന്ന് കള്ളൻ അറിയില്ലായിരിക്കും. അറിഞ്ഞാൽ കള്ളൻ വണ്ടി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അത് നമുക്കറിയാം. ഏതായാലും ശ്രീമതി ടീച്ചറുടെ പൈസ പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ശ്രീമതി ടീച്ചറെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മോദി കൊണ്ടുവന്നത് കൊണ്ടാണോ വേണ്ടാന്ന് വെച്ചത്? ATM കാർഡ് ഉണ്ടല്ലോ. ഇപ്പോൾ GPay ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. GPayക്ക് പ്രശ്നമുണ്ട് കേട്ടോ. GPay സാമ്രാജ്യത്തിൻ്റെയാണ്. ഗൂഗിളിൻ്റെ. അപ്പോൾ ഭീം ചെയ്തുകൂടെ? ഭീം നമ്മുടെ ഇന്ത്യ സർക്കാർ. പക്ഷേ ഭീമിൻ്റെ ഈ ചിഹ്നം കാണുമ്പോൾ രണ്ടിങ്ങനെ ആരോ പോലെയാണ്. ഒരു കാവിയും ഒരു പച്ചയാണ്. കണ്ടാൽ BJPയുടെ കൊടി പോലെ തോന്നും. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഏതായാലും കാശ് പോയത് പോയി. നല്ലവനായ കള്ളന് മനസാന്നിധ്യമുണ്ടായി. അവൻ നല്ലവനായ കള്ളനായി പരിണമിക്കട്ടെ എന്നറിയാം. അപ്പോൾ വാർത്തയൊക്കെ വായിക്കുമ്പോൾ അവൻ കണ്ണീരോടെ ശ്രീമതി ടീച്ചറിൻ്റെ ആയിരുന്നോ ഇത്
ഞാൻ അറിഞ്ഞില്ല. ടീച്ചർ ക്ഷമിക്കണം. അങ്ങയുടെ നിസ്വാർത്ഥമായ പാവങ്ങളുടെ പടവാളായ അങ്ങയുടെ പണം ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു എന്നൊരു കുറിപ്പോട് കൂടി അദ്ദേഹം ഈ ബാഗും ഈ പണവും തിരിച്ചയക്കുമായിരിക്കുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും ഡിജിറ്റൽ ട്രാൻസാക്ഷനും ATM കാർഡും ഒക്കെ കൈവശമുള്ള ഒരു നേതാവ് ഒരു യാത്ര പോകുമ്പോൾ ആയിരക്കണക്കിന് രൂപ കയ്യിൽ കൊണ്ടുപോവുകയും തിരിച്ചു വരുമ്പോൾ 4,00,000 എന്ന് പറയാറില്ല, 25,000, 4,00,000 രൂപയോളം തിരിച്ചു വരുമ്പോൾ ബാഗിലുണ്ടായിരിക്കുകയും ചെയ്യുന്നത് അത്ര സ്വാഭാവികമല്ല എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരുടെ പാർട്ടിക്കുറക്കാൻ യന്ത്രം ഉപയോഗിക്കരുതേ. ഇതൊരു കോമൺ മാൻ്റെ സംശയമാണ്. ടീച്ചർ കേൾക്കുമല്ലോ.